ജമായത്തെ ഇസ്ലാമിയെ വെല്ലുവിളിച്ച് മുതിർന്ന CPIM നേതാവ് AK ബാലൻ. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് സത്യവാങ്മൂലം നൽകാൻ ജമായത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ എന്നാണ് AK ബാലന്റെ ചോദ്യം. ജമായത്തെ ഇസ്ലാമിക്കെതിരായ സമസ്ത പ്രമേയത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. ജമായത്തെ ഇസ്ലാമിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും ന്യായീകരിച്ചതിലൂടെ UDFന്റെ രാഷ്ട്രീയ അടിത്തറ പൂർണ്ണമായി തകർന്നെന്നും AK ബാലൻ 24-നോട് പറഞ്ഞു. അവരുയർത്തുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, ദേശീയതക്കെതിരാണ്, മതനിരപേക്ഷതക്കെതിരാണ്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുമോ കോടതിയിൽ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. രാഷ്ട്രീയമായി ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടമില്ല. മതരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാം റിപ്പബ്ലിക് ആകണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന ശക്തമായ തീരുമാനം ഈ ഒറ്റ പ്രശ്നത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, AK ബാലൻ ജമായത്തെ ഇസ്ലാമിയെ വിടാനുള്ള തീരുമാനമില്ല, ജമായത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് AK ബാലൻ. സത്യവാങ്മൂലം ഇക്കാര്യത്തിൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലം നൽകാൻ തയ്യാറുണ്ടോ എന്നാണ് AK ബാലന്റെ വെല്ലുവിളി. എന്തൊക്കെയാണ് ഈ അഭിമുഖത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, ഇന്നലെ പുതിയുഗ യാത്രയ്ക്ക് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നതിനോടാണ് AK ബാലൻ പ്രതികരിച്ചിരിക്കുന്നത്. മുതിർന്ന CPIM നേതാവായ AK ബാലൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഇന്നലത്തെ VD സതീശൻ്റെ പ്രതികരണമെന്നാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നുവെന്ന് സതീശൻ ആവർത്തിക്കുമ്പോൾ അത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് തെളിയിക്കുന്നത്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചതായി ജമാഅത്തെ ഇസ്ലാമി എവിടെയും പറഞ്ഞിട്ടില്ല. മൗദൂദിയുടെ ഹുക്കുമത്ത് എന്നുള്ള പുസ്തകത്തിൽ അടക്കം മതരാഷ്ട്രവാദത്തെയും മതരാഷ്ട്രവാദമാണ് തങ്ങളുടെ നിലപാടെന്ന് പറയുന്നുണ്ട്. മതേതരത്വത്തോടും അടക്കമുള്ള ജനാധിപത്യത്തോടും അടക്കമുള്ള കാര്യങ്ങളുള്ള നിലപാടും വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു വസ്തുതയായി നിലനിൽക്കെ സതീശിനെ എന്തുകൊണ്ടാണ് മാറ്റി പറയുന്നത്? ഇത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്തിന് തെളിവാണ്. UDFന് മതേതര കേരളത്തോട് വോട്ട് ചോദിക്കാനുള്ള ഒരു തരത്തിലുള്ള ധാർമ്മികതയുമില്ല, അവകാശവുമില്ല എന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണെന്നാണ് AK ബാലൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, കാസർഗോഡ് കുണിയിൽ നടക്കുന്ന സംസ്ഥയുടെ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് യുവാക്കളെ വഴിതെറ്റിക്കുന്നു, ജനാധിപത്യത്തിനും മതേതരത്തിനും അവരെതിരാണെന്ന് പറയുന്ന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഈ പ്രമേയത്തോട് ലീഗിൻ്റെ നിലപാടെന്താണ്? ലീഗിൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെടുന്നു. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണെന്നും AK ബാലൻ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. ജമായത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPIM നേതാവ് AK ബാലൻ. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് സത്യവാങ്മൂലം നൽകാൻ ജമായത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ എന്നും AK ബാലൻ 24 പൊളിറ്റിക്കൽ എഡിറ്റർ R. ശ്രീജിത്തിന് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.